നിങ്ങൾക്ക് ഹിന്ദിയിലെ തക്ക് വിശദമായി പഠിക്കണോ? ആ വാക്കിനൊരു പേരുണ്ടായിരുന്നെങ്കിൽ അതെന്തു പറയുമായിരുന്നു? മേരാ നാം ഹെ പൂർവസർഗ്. പൂർവസർഗായി ഹിന്ദിയിൽ വരുന്ന നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്തു പറയും? അത് പുഞ്ചിരിച്ചുകൊണ്ട് പറയും, എനിക്കില്ലേ ഇല്ല. കബും കഹാവും ആണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. എപ്പോൾ, എവിടെ, എങ്ങനെ നമുക്ക് ഹിന്ദിയിലെ തക്ക് ഉപയോഗിച്ച് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തിൻ്റെയോ സമയത്തിൻ്റെയോ ഒക്കെ അതിർത്തി ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചു വരുന്നു. ചാച്ചായുടെ വീട് വരെ, ചാച്ചാ കാ ഘർ തക്. അപ്പുറത്ത് അനന്തരവൻ്റെ വീടാണ്, അങ്ങോട്ടില്ല. ഇപ്പുറത്ത് ചാച്ചിയാണ്, അവിടെയുമില്ല. ചാച്ചായുടെ വീട് വരെ, അവിടെ വരെ മാത്രം. സമയത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? അത് സെക്കൻഡ് മുതൽ വർഷങ്ങളോളം ആകാം. മണിക്കൂറുകൾക്ക് ഗണ്ട, ഗണ്ടെ ഗണ്ടോ തക്, മണിക്കൂറുകളോളം. ഗണ്ടെ മണിക്കൂറിനാണ്, ഗണ്ടെ ഗണ്ടോ തക്, മണിക്കൂറുകളോളം. അപ്പോൾ ഇവിടെ തക്കു മീൻസ് ഓളം. വെള്ളത്തിലെ അല്ല, വാക്കിലെ വാക്കാംശമായി വരുന്ന ഓളം. ഇങ്ങനെ ദിവസങ്ങളെ, ആഴ്ചകളെ, മാസങ്ങളെ, വർഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി സമയസീമ കാണിക്കാൻ വേണ്ടി നമുക്ക് തക്ക് ഉപയോഗിക്കാം. നിനക്ക് എപ്പോഴത്തേക്ക് വരാൻ പറ്റും? തൂം കബ് തക്ക് ആ സക്താ ഹൈ. അപ്പോൾ ഉച്ചയോട് കൂടി വരാം. ദോപഹർ തക്, തക്ക് മീൻസ് കൂടി. നിനക്ക് എപ്പോഴത്തേക്ക് വരാൻ പറ്റും? തും കബ് തക് ആ സക്താ ഹൈ. തക്ക് മീൻസ് തേക്ക്. തടിയല്ല, വാക്കിൽ വരുന്ന, വാക്കിൻ്റെ ഒടുവിൽ വരുന്ന വാക്കിൻ്റെ അംശം. അപ്പോഴത്തേക്ക്, ഇപ്പോഴത്തേക്ക്, തേക്ക്, തേക്ക്. ഉച്ചയാകുമ്പോഴേക്ക്, വൈകുന്നേരത്തേക്ക്, ഇങ്ങനെയുള്ളതായ അവസരങ്ങളിൽ തക്ക് ചേർത്ത് ശാം തക് അല്ലെങ്കിൽ സുബ തക്, വൈകുന്നേരത്തേക്ക്, രാവിലത്തേക്ക്, വയ്യുമ്പോൾ, രാവിലെ ആകുമ്പോൾ, നേരം പുലരുമ്പോൾ എന്നൊക്കെ. തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ, സോമവാർ സേ രവിവാർ തക്. യഹാ പർ मंगलवार से शुक्रवार तक खाना मिलता है. ഇവിടെ ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആഹാരം കിട്ടുന്നുണ്ട്. തക്കു മീൻസ് വരെ. വീട്ടിൽ നിന്ന് റോഡ് വരെ എത്ര ദൂരമുണ്ട്? घर से सड़क तक कितनी दूरी है? വാ കുഞ്ഞുങ്ങളെ, നമുക്ക് റോഡ് വരെ പോകാം. आओ बच्चे हम सड़क तक जाते हैं. അപ്പുറത്തോട്ടില്ല, അവിടെ കണ്ടമാണ്. ഇങ്ങനെ സമയത്തിൻ്റെ അതിർത്തി കാണിക്കുവാൻ, അതിര് കാണിക്കുവാൻ ഉപയോഗിച്ചു വരുന്ന വാക്കാണ് തക്ക്. അത് നിമിഷങ്ങൾ മുതൽ വർഷങ്ങളോളം ആകാം, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളൊക്കെ ആകാം. ഒരു പ്രത്യേക സമയത്തെക്കുറിച്ച് കാണിക്കുമ്പോൾ അതിനു മുൻപോ അതിന് പിൻപിലോട്ടോ ഇല്ല എന്ന് കാണിക്കുമ്പോൾ തക്ക് നാം ഉപയോഗിക്കുന്നു. ഹിന്ദിയിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സുകളാണ് സമയത്തെയും സ്ഥലത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുവാൻ നാം ഉപയോഗിക്കുന്നത്? അത് കഹാ, മറ്റൊന്ന് കബ്. അപ്പോൾ കഹാ തക് എവിടെ വരെ, കബ് തക് എപ്പോൾ വരെ. ഒന്ന് സ്ഥലത്തെ ചൂണ്ടിക്കാണിക്കുന്നു, മറ്റത് സമയത്തെ. സമയത്തിൻ്റെ അതിർത്തി, സ്ഥലത്തിൻ്റെ അതിർത്തി, അതിര്. തക്ക് അതിര് വ്യക്തമായി കാണിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്ക്. കഹാ തക് എവിടെ വരെ, കബ് തക് എപ്പോൾ വരെ. തക്ക് മീൻസ് വരെ. ആ ഭയ്യ എവിടെ വരെ പോകും? വോ ഭയ്യ കഹാ തക് ജായേഗ? वो भैया खेत तक जा रहा है. ആ ചേട്ടൻ കണ്ടത്തിൽ വരെ
പോവുകയാണ്. കൃഷിസ്ഥലത്തിന് കൃഷിപ്പാടത്തിനൊക്കെ ഖേത്ത്. ദോസ്ത് കൽ തും മേരെ സാത്ത് ഖേൽനെ കെ ലിയെ കബ് തക് ആപ് ആയെങ്കെ. എൻ്റെ കൂടെ കളിക്കാൻ കൂട്ടുകാരാ നീ നാളെ എപ്പോഴത്തേക്ക് വരും? തക്ക് മീൻസ് എപ്പോഴത്തേക്ക്, ഇഴത്തേക്ക്. ദോ പഹർ തക് ആ പാവുങ്ക. ഉച്ചയോട് കൂടി വരും. തക്ക് മീൻസ് ഇവിടെ കൂടി, കൂടി അല്ലെങ്കിൽ ആകുമ്പോൾ, ആകുമ്പോഴത്തേക്ക്, ഉച്ചയാകുമ്പോഴത്തേക്ക്. ദോ പഹർ തക്. ദോ പഹർ തക് ഉച്ച ആകുമ്പോൾ, 4 ബജെ തക് 4 മണിയാകുമ്പോൾ, സോമവാർ തക് തിങ്കളാഴ്ചയാകുമ്പോൾ. ഏതാണ്ട് ഇതിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്ന 2 പുള്ളികളാണ് ജബും തബും. ഇയാളെ ഇടയ്ക്കിടയ്ക്ക് എന്നുമില്ല ഇതിനോടൊക്കെയും കൂടെ വരാറുണ്ട്. തബ് അപ്പോൾ എന്ന അർത്ഥത്തിലാണ്. ജബിന് തനിച്ചങ്ങനെ ഒരു അർത്ഥമില്ല. അത് വാക്യത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ അർത്ഥം വ്യക്തമാകുന്നത്. അപ്പോൾ എന്നുള്ള ഉച്ചാരണമാണ് വാക്ക് വരുമ്പോൾ, ആകുമ്പോൾ, വരുമ്പോൾ ഉള്ള ആ ഒരു ഉച്ചാരണം തരുന്നുണ്ട്. ജബ്, തബ് അപ്പോൾ. ക്ലിയർ ആണ്. ജബ് തക് തും നഹി ആയേഗ തബ് തക് മേ ഇന്തജാർ കരൂങ്ക. ഇന്തജാർ കാത്തിരിക്കുന്നതിനാണ്. നീ വരുന്നത് വരെ ഞാൻ കാത്ത് ഇരിക്കും എന്നാണ്. അല്ല, നൈഹ ഉണ്ടല്ലോ. അപ്പം എപ്പോൾ വരെ നീ വരുന്നില്ല അപ്പോൾ വരെ ഞാൻ കാത്തിരിക്കും. നഹി ഉള്ളത് കൊണ്ട്. ന ഈക്വൽ ടു നഹി. വരുന്നത് വരെ കാത്തിരിക്കും എന്ന് പറയാനും ഇതേ രീതിയാണ്. എപ്പോൾ വരെ വരുന്നില്ല അപ്പോൾ വരെ കാത്തിരിക്കും എന്ന് ഉള്ളതും ഇതേ രീതി. പോസിറ്റീവിലും നെഗറ്റീവിലും ഈ രീതി ഉപയോഗിക്കുന്നു. ജബ് തക്ക്, തബ് തക്ക്. ജബ് തക് തു ഖാന ന ഖായേഗ തബ് തക് मैं പാനി ന പിയൂങ്ക. നീ ആഹാരം കഴിക്കുന്നത് വരെ ഞാൻ വെള്ളം കുടിക്കില്ല എന്ന്. ഇങ്ങനെ ഈ തക്ക് ജബിനോടുകൂടെയും തബിനോടുകൂടെയും വരുമ്പോൾ സമയസീമയോ സ്ഥലസീമയോ കാണിക്കുന്നതിനുപരിയായിട്ട് നിർബന്ധം പിടിച്ച് സംസാരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിലാണ്. വരുന്നിടം വരെ കാത്തിരിക്കും, കഴിച്ചെങ്കിലേ കുടിക്കൂ. അതെല്ലാം ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി പറയുന്ന ശൈലിയാണ്. അപ്പോൾ ആ ശൈലിയിലും തക്ക് തബിനോടുകൂടെയും ജബിനോടുകൂടെയും ഉപയോഗിച്ചു വരുന്നു. ജബ് തക്ക് ഹോംവർക്ക് നഹി കരേഗ തബ് തക് ചുട്ടി നഹി മിലേഗ. ഹോംവർക്ക് ചെയ്യുന്നത് വരെ ക്ലാസ്സിലിരിക്കണം, വിടത്തില്ല എന്ന്. അതൊരു നിർബന്ധത്തോടു കൂടി പറയുന്ന ശൈലിയാണ്. അപ്പോൾ വരെ. ഇങ്ങനെ ഹിന്ദിയിലെ തക്ക് സമയസീമ കാണിക്കുവാൻ, സ്ഥലസീമ കാണിക്കുവാൻ ഉപയോഗിച്ചു വരുന്നു. നിർബന്ധ ബുദ്ധിയോടുകൂടി സംസാരിക്കുന്ന സന്ദർഭങ്ങളിലും ഉപയോഗിച്ചു വരുന്നു. വരെ എന്ന അർത്ഥത്തിൽ വരുന്ന ഈ തക്ക് സീമയെക്കുറിച്ച്, സമയസീമയെക്കുറിച്ച് പറയുന്ന അവസരങ്ങളിൽ വരെ എന്ന അർത്ഥത്തിൽ വരുന്ന തക്ക് മറ്റു സന്ദർഭങ്ങളിൽ മറ്റു പല അർത്ഥങ്ങളിലും വരുന്നു. കഹ ഔർ കബ് എന്ന ഹിന്ദിയിലെ ചോദ്യവാക്കുകളോടുകൂടെ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ ജബിനോടുകൂടെയും തബിനോടുകൂടെയും ഈ വാക്ക് ഉപയോഗിച്ചു വരുന്നു.